നമസ്കാരം. അംച്ചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അംച്ചി മുംബൈ. കാണാം മഹാരാഷ്ട്രയിലെ പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azia Builders, building beyond blue. മഹാനഗരത്തിലെ രണ്ടാമത്തെ വിമാനത്താവളം നവി മുംബൈയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചി അടക്കമുള്ള വിവിധ നഗരങ്ങളിലായി 30ഓളം സർവീസുകളുമായാണ് തുടക്കം. 4 ടെർമിനലുകളുള്ള വിമാനത്താവളത്തിന്റെ ആദ്യ ടെർമിനലാണ് പ്രവർത്തനം സജ്ജമായത്. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 2 കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ 25 രാവിലെ 8 മണിക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം പറന്നിറങ്ങിയതോടെ നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. മഹാരാഷ്ട്രയുടെ വ്യോമയാന മേഖലയ്ക്ക് സുപ്രധാന നാഴികക്കല്ലായ വിമാനത്താവളം മുംബൈയിലെ പ്രധാന വിമാനത്താവളത്തിലെ തിരക്ക് കുറയ്ക്കാനും സഹായകമാകും. I'm very much excited. I'm very much happy what they are doing. The security and everything is good. ഈ ക്രിസ്മസ് ദിനത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. നവി മുംബൈയിലെ പുതിയ എയർപോർട്ട് ഇന്ന് ഓപ്പറേഷൻ ആരംഭിച്ച ദിവസം തന്നെ ആദ്യ യാത്ര ഞാൻ ഇവിടുന്ന് കൊച്ചിയിലേക്ക് നടത്തുകയാണ്. എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ കടകളും ഷോപ്പുകളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇന്ന് ഈ എയർപോർട്ടിൻ്റെ ആദ്യത്തെ ദിവസം, ഓപ്പറേഷൻ്റെ ആദ്യത്തെ ദിവസമാണ്. ഞാൻ കൊച്ചിക്ക് പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ സൗകര്യങ്ങളും, ഓപ്പറേഷൻസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഒരു അസൗകര്യവും ഉണ്ടായില്ല. പൊതുവെ ആൾക്കാർ കുറവായിരുന്നു, ഫ്ലൈറ്റുകൾ കുറവായിരുന്നുകൊണ്ടായിരിക്കാം. എങ്കിലും ഇനിയും എല്ലാ വ്യവസ്ഥകളും അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2025 ഒക്ടോബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ എത്തി ഒരുക്കങ്ങൾ നിരീക്ഷിച്ചു. സിഡ്കോയും അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡും തമ്മിലുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലാണ് NMIA വികസിപ്പിച്ചിരിക്കുന്നത്. പുതുതായി ഉദ്ഘാടനം ചെയ്ത വിമാനത്താവളത്തിൽ യാത്രാ പ്രവർത്തനങ്ങൾക്ക് ഔപചാരിക ഉദ്ഘാടനം കുറിക്കുന്നതിന്റെ പ്രതീകമായി റൺവേയിൽ ആചാരപരമായ ജലപീരങ്കി സല്യൂട്ട് നൽകി ഉദ്ഘാടന യാത്രക്കാരെ സ്വീകരിച്ചു. ഏകദേശം 3 പതിറ്റാണ്ടുകൾ നീണ്ട ദീർഘവും സങ്കീർണവുമായ വികസന യാത്രയ്ക്ക് ശേഷമാണ് പദ്ധതി സാക്ഷാത്കാരമാകുന്നത്. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നത് ഡിജിറ്റൽ ഫസ്റ്റ് നൂതന സംവിധാനങ്ങളുമായാണ്. സൗജന്യ ഹൈസ്പീഡ് വൈഫൈ, റിയൽ ടൈം ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ, വെർച്വൽ അസിസ്റ്റന്റ് സേവനങ്ങളെല്ലാം ഒറ്റ ആപ്പിലൂടെ ലഭ്യമാകും. അദാനി ഗ്രൂപ്പ് വികസിപ്പിച്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് ടെർമിനൽ മുഴുവൻ 10 Mbps വരെ സൗജന്യ ഹൈസ്പീഡ് വൈഫൈ ലഭ്യമാകും. വൈഫൈയിൽ കണക്ട് ചെയ്യുന്നവർക്ക് അദാനി വൺ ആപ്പ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ്, ബോർഡിംഗ് ഗേറ്റ് വിവരങ്ങൾ, ഷെഡ്യൂൾ മാറ്റങ്ങൾ എന്നിവ റിയൽ ടൈമിൽ ലഭിക്കും. വെർച്വൽ അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന ആപ്പ് ടെർമിനലിലെ വിവിധ ടച്ച് പോയിന്റുകളിലൂടെ യാത്രക്കാരെ നയിക്കും. ഭക്ഷണശാലകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, ലോഞ്ചുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളുടെയും വിവരങ്ങൾ മൊബൈലിൽ തന്നെ ലഭിക്കും. ഡിജിറ്റൽ അപ്ഡേറ്റ് വഴി ഫിസിക്കൽ ഇൻഫർമേഷൻ കൗണ്ടർ ആശ്രയം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം ചർച്ചയാകുന്നത് വ്യാപാരം, വ്യവസായം, പ്രാദേശിക വളർച്ച എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അത്യാധുനിക കാർഗോ ലോജിസ്റ്റിക് ഗേറ്റ്വേ ആണ്. ലോജിസ്റ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിജുരാമൻ പറയുന്നത് ഇങ്ങനെ: കാർഗോ രംഗത്ത് വലിയൊരു വികസനം ഈ എയർപോർട്ട് മുഖേന നവി മുംബൈയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകോത്തര നിലവാരമുള്ള വെയർഹൗസ് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് നവി മുംബൈ എയർപോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിരവധി തൊഴിലവസരങ്ങൾ ഈ കാർഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവി മുംബൈയിൽ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് തന്നെ ഒരുപാട് ഷിപ്മെൻറ്റ്സ് ഇനിയിപ്പോൾ ബോംബെക്കാളും കൂടുതലായി ഇനി നവി മുംബൈയിൽ നിന്നായിരിക്കും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ. കാരണം ലോകോത്തര ഗുണനിലവാരത്തിലുള്ളൊരു കാർഗോ ഫെസിലിറ്റിയാണ് നവി മുംബൈയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 20 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ആദ്യഘട്ട ശേഷിയോടെ ആരംഭിക്കുന്ന നവി മുംബൈ വിമാനത്താവളം ഡിജിറ്റൽ സൗകര്യങ്ങളിലൂടെ ഇന്ത്യയിലെ സ്മാർട്ട് എയർപോർട്ടുകളുടെ പുതിയ മാതൃകയാകാനാണ് ഒരുങ്ങുന്നത്. മുംബൈ പൂനെ യാത്രാ സമയം 90 മിനിറ്റിൽ. പുതിയ എക്സ്പ്രസ് വേ പ്രഖ്യാപിച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കൂടാതെ മഹാരാഷ്ട്രയ്ക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികളും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നായ മുംബൈ പൂനെ റൂട്ടിൽ ദിവസേന യാത്ര ചെയ്യുന്നവർക്കും പതിവായി യാത്ര ചെയ്യുന്നവർക്കും ആശ്വാസം നൽകുന്നതാണ് പുതിയ എക്സ്പ്രസ് വേ പദ്ധതിയുടെ പ്രഖ്യാപനം. पुणे मुंबई जवळपास 1.5 ते 1.5 तासात होईल रिंग रोडपर्यंत. आणि बंगलोरपासून पुणे ते बंगलोर असं धरून मुंबई, पुणे आणि बंगलोर हे साधारणतः 5-5.5 तासामध्ये कव्हर होईल. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം 90 മിനിറ്റായി കുറയുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറയുന്നു. വേഗതയേറിയ കണക്ടിവിറ്റി പൂർത്തിയാകുമ്പോൾ പ്രൊഫഷണലുകൾക്കും ബിസിനസ്സുകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് ഒരേ ദിവസം യാത്ര സാധ്യമാകും. ഇതോടെ നിർമ്മാണ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നിലവിലുള്ള 2.5 മുതൽ 3 മണിക്കൂർ വരെയുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു. Spacious rooms with scenic views. Thoughtfully designed spaces filled with light.
Seamless connectivity. ക്രിസ്മസ് ആഘോഷ നിറവിൽ വിദ്യാലയങ്ങളും. ഡൊംബിവലി ഹോളി ഏഞ്ചൽസ് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് അങ്കണത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷ പരിപാടികൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് സമ്പന്നമായി. മധുരസ്മരണകളും കേട്ടുകേൾവി കഥകളുമായി മറ്റൊരു ക്രിസ്മസ് കാലം കൂടി കടന്നു പോകുമ്പോൾ മഹാനഗരത്തിലെ വീടുകളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളുമെല്ലാം ക്രിസ്മസ് ദീപങ്ങളും നിറങ്ങളുമായി തിളങ്ങി. ഡൊംബിവലിയിലെ ഹോളി ഏഞ്ചൽസ് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് സംഘടിപ്പിച്ച ക്രിസ്മസ് നവവത്സരാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. വിദ്യാഭ്യാസ രംഗത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സ്കൂൾ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് ക്രിസ്മസ് ആശകൾ നേർന്ന് സംസാരിച്ചു. ജീവിത വിജയത്തിനായി വിദ്യാർത്ഥികൾക്ക് അച്ചടക്കവും വിദ്യാഭ്യാസവും അനിവാര്യമാണെന്ന് ഡോക്ടർ ഡേവിഡ് പറഞ്ഞു. തുടർന്ന് ക്രിസ്മസ് സന്ദേശങ്ങളും കുട്ടികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ആഘോഷ പരിപാടികൾക്ക് തിളക്കമേകി. ഇനിയൊരു ഇടവേള. മോളെ പോയി കുളിച്ചിട്ട് വാ. അമ്മേ, എന്റെ നെക്ടർ ജൂനിയർ തീർന്നു പോയി. നീ ഇത് പതച്ച് കളിക്കാ. ഇന്ന് ആദിയുടെ ബോട്ടിൽ നിന്ന് എടുത്തോ. ഇല്ല, ഞാൻ തരൂല. പറ്റില്ല. എത്ര പെട്ടെന്ന് നെക്ടർ ജൂനിയർ കുട്ടികളുടെ ഫേവറേറ്റ് ആയി മാറിയത്. കൊതിപ്പിക്കുന്ന മണം, സ്കാൽപ്പിലെ സുഖം, സിൽക്ക് പോലുള്ള മുടി, പിന്നെ കുട്ടികൾ നിർബന്ധിക്കാതിരിക്കോ? അമൃത് വേണി നെക്ടാർ ജൂനിയർ ഹെയർ ക്ലെൻസർ, ഞങ്ങളുടെ ഫേവറേറ്റ് ഹെയർ ക്ലെൻസർ. Let's have a tour of how we plan to transform Navi Mumbai into an international city with amazing world-class amenities, excellent connectivity, and the highest quality of life. Because your home isn't just real estate, it's your family's future. EV Group, built on dedication, trusted for generations. Your exclusive retreat homes. നക്ഷത്രങ്ങളുടെയും ദീപാലങ്കാരങ്ങളുടെയും പ്രകാശത്തിൽ വിപണികളും തെരുവുകളും ക്രിസ്മസ് വർണ്ണങ്ങളിൽ തിളങ്ങുമ്പോൾ സംഗീതത്തിന്റെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെ മുഴങ്ങുന്ന കാറൽ ഗാനങ്ങൾ ആഘോഷ ദിനങ്ങളെ ഭക്തിസാന്ദ്രമാക്കി. കാണാം മുംബൈയിലെ ക്രിസ്മസ് പ്രത്യേക പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് EV Group, built on dedication, trusted for generations. Because your home isn't just real estate, it's your family's future. EV Group, in association with SJ Developers, Your exclusive retreat homes. supported by Professional Courier, the professional careers. Reach us to reach them. National Builders and Royal Wealth. ആഘോഷങ്ങളുടെ ഉത്സവങ്ങളുടെ നഗരമാണ് മുംബൈ. അതിലേറ്റവും മനോഹരമായ, മനസ്സിന് സന്തോഷവും ആവേശവും ഒരുപോലെ പകരുന്ന ഒന്ന് തീർച്ചയായും ക്രിസ്തുമസ് ആഘോഷങ്ങളും പുതുവത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളുമാണ്. മഹാനഗരത്തെ മുഴുവൻ ഒരു കുടുംബമാക്കി മാറ്റുന്ന ആഘോഷമാണ് ക്രിസ്തുമസ് ആഘോഷങ്ങൾ. നവി മുംബൈയിലെ വാശിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് പോൾസ് മാർത്തോമ സിറിയൻ ചർച്ചിന്റെ പവിത്രമായ അങ്കണത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അവരുടെ ആഘോഷ പരിപാടികളിലേക്ക്, അവരുടെ ആഘോഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സെന്റ് പോൾസ് മാർത്തോമ സിറിയൻ ചർച്ചിന്റെ വികാരി റെവറൻഡ് ജോർജ് ജോൺ അദ്ദേഹത്തിന്റെ ക്രിസ്തുമസ് സന്ദേശം നമ്മളുമായി പങ്കുവെക്കുകയാണ്. വാശി സെയിന്റ് പോൾസ് മാർത്തോമ ഇടവക ഗായക സംഘവും ഈ ക്രിസ്മസിനെ പുൽകി ഉണർത്തുവാൻ തക്കവണ്ണം ഗാനങ്ങളിലൂടെ പരിശീലനം നേടിക്കഴിഞ്ഞു. ഈ ഗാനങ്ങളിലൂടെ ലഭ്യമാകുന്ന ക്രിസ്മസ് സന്ദേശം പുൽക്കൂട്ടിലെ ഉണ്ണി യേശുവിനെ കാണുന്നതിനും വിദ്വാൻമാർ കണ്ടുവണങ്ങിയ യേശുവിനെ മനസ്സോടെ വണങ്ങുന്നതിനും ആട്ടിടയർ താല്പര്യത്തോടെ നോക്കിക്കാണുവാൻ കൊതിച്ച പുണ്യശിശുവിനെ ദർശന വിസ്മയത്തോടെ നോക്കുവാനും ഇടയായിത്തീരുന്ന അനുഭവമാണ് ക്രിസ്മസിൻ്റെ 2025. അസമാധാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും യുദ്ധങ്ങളുടെയും നടുവിൽ എങ്ങനെയാണ് ഒരു ക്രിസ്മസ് ആഘോഷിക്കുക എന്നത് നിശ്ചയത്തോടുകൂടെ പറയുവാൻ സാധ്യമല്ല. എങ്കിലും സമാധാന പ്രഭുവായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ അരക്ഷിതാവസ്ഥയും, എല്ലാ അസന്തുലിതാവസ്ഥയും നീക്കുന്നതാണ് എന്നുള്ള സന്ദേശം ഈ ഗായക സംഘം ഗാനങ്ങളിലൂടെ ലോകത്തിന് കൈമാറുകയാണ്.
മുംബൈയുടെ പ്രദേശമായ സെൻറ്റ് പോൾസ് മാർത്തോമ സിറിയൻ ചർച്ചിൻ്റെ ഗായക സംഘം 4 മാസമായി പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുകയും ലോക ജനതയുടെ മുമ്പിൽ കർത്താവിനെ വാഴ്ത്തിപ്പാടുന്ന ഈ ഗായക സംഘത്തെ അനുമോദിക്കുന്നു. ഗായക സംഘം ആലപിച്ച ബേത്ലഹേമിലെ ഒരു കുഞ്ഞു പൈതൽ എന്ന ഗാനം എനിക്ക് സംഗീതം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഗായക സംഘം ഇത് ആലപിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. മാത്രമല്ല ഗായക സംഘത്തിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുറന്ന പുൽക്കൂടും വിദ്വാൻമാർ വന്ന് വണങ്ങി കാഴ്ചകൾ അർപ്പിക്കുന്നതും പൊന്നും മൂരും കുന്തിരിക്കവും അവർ നൽകുന്നതും മാത്രമല്ല, മിഴിവേകി കണ്ണു തുറന്ന് ലോകത്തെ കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചിരി നൽകുവാനിടയായിത്തീരുന്ന പുണ്യശിശുവിൻ്റെ അനുഗ്രഹീതമായ വദനവും ഈ ക്രിസ്മസിന് ഏറെ മിഴിവേകുകയാണ്. ഈ ക്രിസ്മസ് പാടുന്ന ഒരു വലിയ അനുഭവം തന്നെയാണ്. ഈ പാട്ടുകളൊക്കെയും കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇത് കേൾക്കുന്നവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വെൽക്കം ബാക്ക്. നമ്മൾ അടുത്ത കരോൾ ഗാനത്തിലേക്ക് പോവുകയാണ്. മനോഹരമായൊരു മലയാളം കരോൾ ഗാനത്തിന് ശേഷം ഇനി ഇവർ ആലപിക്കുന്നത് ഒരു ഹിന്ദി കരോൾ ഗാനമാണ്. രാത് കി ഖാമോഷി മേ സോയാ ഥാ സാരേ ജമാന, മിസിഹ ആയ ലേക്കർ കെ ഖുഷി കാ ഖസാന. കാലം മുഴുവൻ മിഴിപൊട്ടിയുറങ്ങുന്ന നിശബ്ദമായൊരു രാത്രിയിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിധിയുമായി മിശിഹ എത്തുന്നു, മിശിഹ പിറക്കുന്നു. कैसी वो जननी, कैसी वो रात,
ഒരു ഗായക സംഘത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് സമയം ഏറെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. ക്രിസ്മസ് ഗാനങ്ങൾ പരിശീലിക്കാനായി കുറേ നാളുകൾക്ക് മുമ്പേ പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കുന്നു. ക്രിസ്മസിൻ്റെ സന്തോഷവും ക്രിസ്മസിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവരിലും ഉണ്ട്. മാഗ്നിഫിക്കറ്റ് ഡോമിനം, കർത്താവിനെ പുകഴ്ത്തുക. 2025 സെൻറ്റ് പോൾസ് മാർത്തോമ ചർച്ച് ഗായക സംഘത്തിൻ്റെ കരോളിൻ്റെ തീം എന്ന് പറയുന്നത് ഇതാണ്. മുംബൈയിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ആഘോഷങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് EV Group, built on dedication, trusted for generations. Let's have a tour of how we plan to transform Navi Mumbai into an international city with amazing world-class amenities, excellent connectivity, and the highest quality of life. Because your home isn't just real estate, it's your family's future. EV Group, built on dedication, trusted for generations. അംശുമിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ശനിയാഴ്ച 4:30 കൈരളി ന്യൂസിൽ.